പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഇത്രമേൽ എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എൻ്റെ ജീവിത വഴികളിൽ കുരിശിന് അർത്ഥമുണ്ടെന്ന് എന്നെ പഠിപ്പിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഏതൊരു വേദനയ്ക്കും സഹനത്തിനും അർത്ഥമുണ്ടെന്ന് ഈ പരിശുദ്ധ അൾത്താര നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളെയും വേറിട്ട ഒരു കാഴ്ചപ്പാടിൽ കാണുന്നതിന് ഈ അൾത്താര നമ്മളെ സഹായിക്കും. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുക. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ നമുക്ക് വലിയ ഭാരമാണ്, ഇതൊരു കുരിശാണ് എന്ന് ചിന്തിച്ച് നമ്മൾ വല്ലാണ്ട് സങ്കടപ്പെടുന്നുണ്ടാവും. ഒരു പക്ഷേ ചില വ്യക്തികളെ നമ്മൾ അപ്രകാരം മനസ്സിലാക്കുന്നുണ്ടാവും. ഇതെനിക്കെപ്പോഴും ഭാരമാണ്, ഈ വ്യക്തി എപ്പോഴും എനിക്ക് ദുഃഖമാണല്ലോ സമ്മാനിക്കുന്നത്, ഇയാളോടത്തുള്ള ജീവിതം തന്നെ വലിയ ഭാരമാണല്ലോ എന്നൊക്കെ ഒരുപക്ഷെ കുടുംബജീവിത വഴികളിൽ ചിലരുടെ ഉള്ളിൽ തോന്നാം. ജീവിത വഴികളിൽ നമ്മൾ കണ്ട അനുഭവിച്ച എല്ലാ ബന്ധങ്ങളെയും ഈ പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ, കർത്താവേ, എൻ്റെ ഇന്നത്തെ എല്ലാ അനുഭവങ്ങൾക്കും മറ്റൊരു തലമുണ്ടെന്ന് എന്നെ പഠിപ്പിക്കുന്നവനെ ഈ അൾത്താരയുടെ മുമ്പിൽ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന ഈ വലിയ സത്യം ഞങ്ങളിതാ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളിൽ അത്ഭുതകരമായിട്ട് ഇടപെടണമേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് കരങ്ങളും ഒരു നിമിഷം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന സമയം ഓരോ വ്യക്തിയും വിശ്വസിക്കുക, എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകുന്ന എല്ലാ ദുഃഖങ്ങൾക്കും മറ്റൊരു വശമുണ്ട്. ഇന്ന് ഞാൻ ഒരുപക്ഷെ മനസ്സിലാക്കുന്നത് പോലെയല്ല, ഇതിനൊക്കെ മറ്റൊരു വശമുണ്ട്. പത്രോസ്ലീഹ ഈ വലിയ രഹസ്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തൻ്റെ ലേഖനത്തിൽ കുറിച്ചു വെച്ചില്ലേ, ഇതാ ഈ നിങ്ങൾ ഇന്ന് സഹിക്കുന്ന സഹനങ്ങളൊക്കെ, പീഡകളൊക്കെ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്, മറിച്ച് ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ഓരോ വ്യക്തിയും ആഹ്ലാദിക്കുന്ന തീരുമാനം. എന്തിനെന്നറിയോ? യേശുവിൻ്റെ കൂടെ സഹിക്കാൻ നിനക്കൊരു വിളി കിട്ടിയിരിക്കുന്നു. നിന്റെ സഹനങ്ങളെ ദൈവത്തിനു മുമ്പിൽ സമർപ്പിച്ച് ഒരു സ്തുതിപ്പായി, ഒരു ആരാധനയായി അർപ്പിക്കുക. ഒരു പക്ഷേ ജീവിതത്തിൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. ചില കാര്യങ്ങൾ ഇത് കുരിശാണ്, ഇതൊരു ഭാരമാണെന്ന് കണക്കാക്കി ചിലര് വല്ലാതെ ഭാരപ്പെടുന്നുണ്ടല്ലോ. ജീവിതത്തിൽ പരീക്ഷയിൽ വിജയം ലഭിച്ചില്ല എന്ന് കരുതി പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല, എൻ്റെ ജീവിതം ഒരു തകർച്ചയാണല്ലോ എന്ന് കരുതി ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ. ഈ ശുശ്രൂഷ സമയത്ത് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ദൈവമേ, ഒരു അത്ഭുതകരമായ ദൈവശക്തി, എൻ്റെ ഈ സഹനങ്ങൾക്കൊരർത്ഥമുണ്ടെന്ന് എന്നെ പഠിപ്പിക്കുന്നവനെ, ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായൊരു ദൈവശക്തി എൻ്റെ മേൽ പ്രവർത്തിക്കട്ടെ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ദൈവജനം നന്നായിട്ട് ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും തീരുമാനിക്കുക. ഇന്നത്തെ നമ്മുടെ സഹനങ്ങളെ ഒരു ആരാധനയായിട്ട് അർപ്പിക്കുക. ഈ സഹനങ്ങൾക്ക് അർത്ഥമുണ്ട്. ഒരുപക്ഷെ ചില ശാരീരിക പീഡകളാവും. ദൈവമേ, ഇതെങ്ങനെ സംഭവിച്ചു, ഇതിൽ ഞാൻ ഭാരപ്പെടുന്നു എന്നായിരിക്കും ചിന്ത. എന്നാൽ ഈ സഹനത്തെ കർത്താവ് ഒരു അനുഗ്രഹമാക്കി മാറ്റും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോളൂ. ഉയർത്തിപ്പിടിച്ച കൈകളിൽ നിന്റെ കുരിശ്, നിന്റെ ഭാരത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം നീ വിശ്വസിക്കുക, യേശുവിന്റെ ശക്തി എൻ്റെ മേൽ വെളിപ്പെടുന്നു. യേശുവിന്റെ ശക്തി ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടുന്നു. യേശുവിന്റെ ശക്തി ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ.
എന്റെ ഈശോയെന്ന് വിളിച്ചൊന്ന് സ്തുതിച്ചേ. നാവിന്റെ എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. ഒരു പുത്തൻ അഭിഷേകം ദൈവ മക്കളിലേക്ക് ഈ അൾത്താര സമ്മാനിക്കട്ടെ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഓ കർത്താവേ, അങ്ങ് ഞങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ സഹനങ്ങൾക്ക് മറ്റൊരു തലമുണ്ടെന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നവനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഓ കർത്താവേ, മഹത്വം കർത്താവേ, ആരാധന കർത്താവേ, നന്ദി കർത്താവേ, സ്തുതി കർത്താവേ, ആരാധന കർത്താവേ. കൈയടിച്ച് പാടിയാലോ. രോഗങ്ങൾ ഒരു സഹനമായിട്ട് നമുക്ക് കണ്ടാവും. കർത്താവേ, എന്നാലും എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ, എനിക്കിങ്ങനെ രോഗമുണ്ടായല്ലോ. കർത്താവേ, ഈ രോഗത്തെ ഞാൻ സ്തുതിപ്പാക്കി ഉയർത്തുന്നു. കർത്താവേ, ഈ രോഗപീഠയിൽ നിന്റെ കുരിശ് വെളിപ്പെടട്ടെ. കർത്താവേ, ഈ കുരിശ്, ഈ വേദന ഒരു അനുഗ്രഹമാക്കി മാറ്റുന്നു. കർത്താവേ, നന്ദി പറഞ്ഞ് കരങ്ങളടിക്കുന്നു. കരങ്ങൾ ഉയർത്തി നന്നായിട്ട് കൈയടിച്ചോ. ശാരീരിക രോഗങ്ങളെ ഓർത്ത് കൈയടിച്ചോ. ആമേൻ. യേശുവേ നല്ലവൻ. ആമേൻ, ആമേൻ. വിടുതൽ എന്നും പ്രാപിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെ എന്ന് വിളിച്ചൊന്ന് സ്തുതിച്ച് സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. നാവിന്റെ എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. ഒരു പുത്തൻ അഭിഷേകം വെളിപ്പെടട്ടെ. ഈശോയെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. ഓ ദൈവമേ, സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. ഒരു പുത്തൻ അഭിഷേകം വെളിപ്പെടട്ടെ. കൈയടിച്ചേ. യെസ്, നന്നായിട്ട് കൈയടിച്ചേ. കണ്ണുകളടച്ച് നമ്മുടെ കുടുംബത്തെ ഓർത്ത് കൈയടിച്ചേ. കുടുംബത്തിലെ എല്ലാ ബന്ധങ്ങളെയും സമർപ്പിച്ച് കൈയടിച്ചേ. ഒരുപക്ഷെ ചില ബന്ധങ്ങൾ ചിലപ്പോൾ ബന്ധനങ്ങളായിട്ട് മാറിയിട്ടുണ്ടാവും. ആ മേഖലകൾ സമർപ്പിച്ച് കൈയടിക്കട്ടെ. കർത്താവേ, ഇത് സംഭവിക്കട്ടെ. ആമേൻ. ആമേൻ, ആമേൻ. അന്വേഷിക്കുവിൻ, മുട്ടുവിൻ, തുറക്കും സ്വർഗ്ഗത്തിൻ കലവറ പ്രാപിക്കാൻ എത്രയോ നന്മകൾ. മുട്ടുവിൻ, തുറക്കും, മുട്ടുവിൻ, തുറക്കും സ്വർഗ്ഗത്തിൻ കലവറ പ്രാപിക്കാൻ എത്രയോ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പാടി പ്രാർത്ഥിക്കാം. ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. യേശുവേ പ്രാർത്ഥിക്കാം. ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. ഓ കർത്താവേ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് കർത്താവിന്റെ കരുണ വെളിപ്പെടട്ടെ. ആമേൻ. വിടുതൽ എന്നും പ്രാപിക്കാം. ചേർന്ന് പാടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ഈശോയെന്ന് വിളിച്ച് എല്ലാവരും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നാവിന്റെ എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം സംഭവിക്കട്ടെ. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം കൃപ കൊണ്ട് നിറയപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്ത് മാറ്റട്ടെ. ഒരു പുത്തൻ അഭിഷേകത്താൽ നിറയപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളിൽ ചില അനുഭവങ്ങൾ ഞങ്ങളെ മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത വണ്ണം ഭാരപ്പെടുത്തിക്കൊണ്ടുണ്ട്. ആ മേഖലകളെ സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക, എന്താണ് നിന്റെ ഭാരം? ആ ഭാരത്തിന്
കർത്താവ് ഒരർത്ഥം നൽകും. ദൈവം അറിയാതെ ഒന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങറിയാതെ ഒന്നും ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കില്ല. ഒരുപക്ഷെ അപ്രതീക്ഷിതമായിട്ട് വന്നൊരു സാമ്പത്തിക തകർച്ചയാവും. ഇതെങ്ങനെ കൈകാര്യം ചെയ്യാമെന്നറിയാതെ നമ്മുടെ കുടുംബത്തിൽ ചിലർ വിഷമിച്ചിരിപ്പുണ്ടാവും. പ്രാർത്ഥിക്കുക. ആ തകർച്ച ദൈവത്തിനറിയാം. ദൈവം ഒരു വഴി തുറക്കും. നമ്മുടെ കുടുംബത്തിലെയോ നമുക്കുണ്ടായ ചില രോഗങ്ങൾ, അതോടുകൂടി മാനസികമായിട്ട് തളർന്നു പോയവരുണ്ടാവും. എന്നാലും എനിക്കിത് വന്നല്ലോ എന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുകയായി. ദൈവം അറിയാതെ നിന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും സംഭവിക്കില്ല. ദൈവം അറിയുന്നതാണെങ്കിൽ അതിന് മറ്റൊരു വശം ദൈവം അനുവദിച്ചു തന്നിട്ടുണ്ട്. നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നൊരു മേഖലയുണ്ട്. വിശ്വസിക്കുക. കുടുംബത്തിൽ അപ്രതീക്ഷിതമായിട്ട് വന്ന ചില ബന്ധ തകർച്ചകൾ, ഒരുപക്ഷെ വായിൽ നിന്ന് വീണ ചില വാക്കുകൾ, അത് വല്ലാണ്ട് ഭാരപ്പെടുത്തുന്നുണ്ടാവും. വർഷങ്ങളായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയെന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നുണ്ടാവും. ആ മേഖല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കുടുംബത്തിൽ എത്ര ശ്രമിച്ചിട്ടും ഈ വ്യക്തി നന്നാവുന്നില്ലല്ലോ എന്ന് കരുതി ആരെയെങ്കിലും നിങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ടോ? കുടുംബത്തിലെ ഭാരപ്പെട്ടൊരവസ്ഥയാണ് ഈ വ്യക്തി മൂലം സംഭവിക്കുന്നതെന്ന് കരുതി, ഈ വ്യക്തി ഒരു അപമാനമാണ്, നാണക്കേടാണെന്ന് കരുതി മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഈ സമയം മനസ്സിൽ അവരെ ചേർത്ത് പിടിക്കുന്നത് കാണുക. ഈ ഒരു ഭാരം ഒരു അനുഗ്രഹമായിട്ട് കർത്താവ് മാറ്റട്ടെ. ഒരു വ്യക്തിയെയും ഒരു പ്രോബ്ലമായിട്ട് കാണരുത്. കർത്താവെ, ഞങ്ങളുടെ ഉള്ളിൽ മാനുഷികമായ ചില വശങ്ങൾ അങ്ങനെ കിടക്കുന്നു. ചില വ്യക്തികളെ, ഈ വ്യക്തി ഒരു പ്രോബ്ലമാണ്, ഈ വ്യക്തി കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്നിങ്ങനെ നമ്മൾ ഒരുപക്ഷെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും. എന്നാൽ പരിശുദ്ധ അൽത്താര നമ്മളോട് പറയുന്നു, നീ അങ്ങനെ കുറ്റപ്പെടുത്തണ്ട, ആരെയും ഒരു പ്രോബ്ലമായിട്ട് കണക്കാക്കണ്ട, മറിച്ച് അതൊരനുഗ്രഹമായിട്ട് മനസ്സിലാക്കണം. കർത്താവ് ആ അനുഗ്രഹം നിനക്ക് കയ്യിലേക്ക് വെച്ചു തരികയാണ്. ഈ ആരാധന സമയത്ത് നിന്റെ കയ്യിലേക്ക് വെച്ചു തരികയാണ്. വിശ്വസിക്കണം. രണ്ട് കരങ്ങളും പരിശുദ്ധ അൽത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് എന്നിട്ട് നീ കണ്ണടച്ച് നിന്റെ കയ്യിലേക്ക് കർത്താവ്, ഇന്ന് വരെ നീ ഭാഗ്യക്കേടാണെന്നും അപമാനമാണെന്നും ദൗർഭാഗ്യമാണെന്നും നാശമാണെന്നും കുരിശാണെന്നൊക്കെ കരുതി ചിന്തിച്ചിരുന്ന ചില കാര്യങ്ങൾ ഇതാ കർത്താവ് അതിൻ്റെ മറ്റൊരു വശം നിന്റെ കയ്യിലേക്ക് സമ്മാനിക്കുകയാണ്. നിന്റെ ചിന്താഗതികളെ കർത്താവ് മാറ്റിമറിക്കുകയാണ്. കർത്താവ് ഇതാ നീ വിചാരിച്ച മേഖലയിൽ മറ്റൊരു അനുഗ്രഹം നൽകി. നീ ദുരിതമാണെന്ന് വിചാരിച്ച അവസ്ഥയിൽ നീ കാണാത്തൊരു അനുഗ്രഹം നൽകി നിന്റെ വിശ്വാസത്തെ ബലപ്പെടുത്തുകയാണ്. ഓരോ വ്യക്തിയും കരങ്ങൾ ഇങ്ങനെ നീട്ടിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ വിശ്വസിക്കുക, യെസ്, അതെനിക്ക് കിട്ടിക്കഴിഞ്ഞു. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് ഇടപെടുന്നു. നിന്റെ രോഗം ഇത് മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, മറിച്ച് ഇത് ദൈവമഹത്വത്തിനുള്ളതാണ്. വിശ്വസിക്കുന്ന രോഗികളെ അത് ഏറ്റെടുക്കുക. യെസ്, ഇതെന്നിൽ സംഭവിക്കട്ടെ. ഇന്നത്തെ എൻ്റെ കുടുംബത്തിലെ തകർച്ച ഇത് തലമുറകൾ തോറും അപമാനത്തിനുള്ളതല്ല, മറിച്ച് ദൈവം ഇടപെടുകയാണ്. വിശ്വസിച്ച് അത് ഏറ്റെടുക്കട്ടെ. നിന്റെ കുടുംബത്തിൽ ഏതെങ്കിലും വ്യക്തിപരമായ തകർച്ചകളിൽപ്പെട്ട് കഴിയുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, ഈ വ്യക്തിയുടെ ഉയർച്ച ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. കുഞ്ഞില്ലാതെ കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ദമ്പതികളെ നിങ്ങൾ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. കർത്താവ് എൻ്റെ ഈ ദുഃഖത്തെ കണ്ട് ഇതാ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നു. കർത്താവെ, നന്ദി പറയുന്നു. അങ്ങനെ ഓരോ കുറവും ഒരു അനുഗ്രഹമായിട്ട് കണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിത അവസ്ഥയിൽ നിന്നുണ്ടാവുന്ന എല്ലാ അനുഭവങ്ങളും അങ്ങനെ തന്നെ മനസ്സിലാക്കുക. കർത്താവ് ഇടപെടുകയാണ്. ഓ ജീസസ്, താങ്ക് യു ലോർഡ്. എൻ്റെ ഭാരമാണെന്നും കുരിശാണെന്നും സങ്കടമാണെന്നും കുറവുകളാണെന്നും ഞാൻ കരുതിയ ഓരോ അവസ്ഥയും കർത്താവെ അനുഗ്രഹമാക്കുന്നതിന് നന്ദി. കർത്താവെ, എനിക്ക് കർത്താവെ അങ്ങ് ഈ അനുഗ്രഹം നൽകുന്നതിന് നന്ദി.
നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇത്രയും നാളും പ്രോബ്ലമാണെന്ന് കരുതിയ കാര്യങ്ങൾ ഇതാ ഈ അൾത്താരയുടെ മുമ്പിൽ ഒരു ബ്ലെസ്സിങ് ആണെന്ന് കരുതി ഏറ്റെടുക്കുന്നു. നിന്റെ മകൻ നിനക്കൊരു അനുഗ്രഹമാണപ്പാ. മകൻ ഒരു പ്രോബ്ലം അല്ല. മകൻ ഒരു പ്രോബ്ലമാണെന്ന് കരുതുന്ന ഒരു അപ്പനോടാണ് കർത്താവ് പറയുന്നത്, ഹീ ഈസ് എ ബ്ലെസ്സിങ്. മകനൊരു അനുഗ്രഹമാണ്, അവനൊരു പ്രശ്നമല്ല. മകൾ ഒരു പ്രശ്നമാണെന്ന് കരുതുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ മകൾ ഒരു ബ്ലെസ്സിങ് ആണ്, ഒരു പ്രോബ്ലം അല്ല. വിശ്വസിക്കണം, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോരുത്തരിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ നിങ്ങൾ സഹിച്ച സഹനങ്ങൾ, ഭാരങ്ങൾ ഒരു അനുഗ്രഹമായിട്ട് അനുഭവിക്കുകയാണ്. രണ്ട് കരങ്ങളും ഇങ്ങനെ നീട്ടിപ്പിടിച്ച് കണ്ണുകളടച്ച് യേശുവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോ. എൻ്റെ സഹനങ്ങൾക്കൊരർത്ഥം നൽകുന്നവൻ, എൻ്റെ ജീവിത വഴികളിൽ എന്നെ പുത്തൻ വഴികൾ പഠിപ്പിക്കുന്നവൻ ഇതാ ഈ സമയത്ത് നിന്നിൽ ഇടപെടുന്നു. പ്രാർത്ഥിക്കുന്ന അനേകരിൽ കർത്താവ് ഇടപെടുന്നുണ്ട് കേട്ടോ. ഹബക്കൂക്കിൻ്റെ പ്രവചനം 1:5, ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്ത ഒരു കാര്യം നിങ്ങളുടെ മേൽ ഈ നാളുകളിൽ ദൈവം ചെയ്യാൻ പോകുന്നു. ഡോണ എന്ന് പേര് വിളിക്കുന്ന ഒരു മകളെ കർത്താവ് പേരെടുത്ത് അനുഗ്രഹിക്കുന്നു. ഈശോ നിന്റെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും ഇടപെടുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആ കുഞ്ഞിനുള്ള ചില വൈകല്യങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന ദമ്പതികളെ ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളോടാണ് കർത്താവ് പറയുന്നത്, ആ കുഞ്ഞൊരു പ്രോബ്ലം അല്ല, അതൊരു അനുഗ്രഹമാണ്, അതൊരു അനുഗ്രഹമാണ്. നിങ്ങളത് തിരിച്ചറിയും. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഭാരപ്പെടണ്ട. നിനക്കുണ്ടായ അപമാനം ഒരു അനുഗ്രഹമാണ്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. പലതും മനസ്സിലാവുന്നതിന് കർത്താവ് നിനക്ക് തന്നതാണ്. ആവശ്യ നേരത്തെ സഹായിക്കാൻ ആരും ഉണ്ടായില്ലല്ലോ, എന്നാൽ നീ ഒരു കാര്യം തിരിച്ചറിഞ്ഞില്ലേ, യേശു മാത്രമേ കൂടെ ഉണ്ടാവുകയുള്ളൂ. കർത്താവ് ആ ഒരു അവസ്ഥ നൽകി നിന്നെ പഠിപ്പിച്ചതാണ്, നിന്നെ പഠിപ്പിച്ചതാണ്. കർത്താവെ, എനിക്കുണ്ടായ അവസ്ഥയോർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കണക്ക് കൂട്ടലുകൾ തെറ്റി സങ്കടപ്പെടേണ്ട സഹോദര, കർത്താവ് കൂടെയുണ്ടെന്ന്. നിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിയത് കർത്താവിൻ്റെ കണക്കുകൾ ശരിയാക്കാനാണ്. നിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിയത് കർത്താവിൻ്റെ കണക്കുകൾ ശരിയാക്കാനാണ്. നിന്റെ കുടുംബത്തെക്കുറിച്ച് കർത്താവിന് ചില കണക്കുകൾ, പദ്ധതികളുണ്ട്. ജെറമിയ പ്രവചനം 29:11, ഇതാ നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഓ ദൈവമേ, ഞങ്ങളത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. രണ്ട് കരങ്ങൾ ശിരസിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച് നമ്മളത് വിശ്വസിച്ച് നമ്മുടെ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ സംഭവിക്കട്ടെ. ഓ കർത്താവെ, സംഭവിക്കട്ടെ. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക, ദൈവമേ അത് സംഭവിക്കട്ടെ, ദൈവമേ അത് സംഭവിക്കട്ടെ, ദൈവമേ അത് സംഭവിക്കട്ടെ. അനുഗ്രഹം എന്നിൽ, എൻ്റെ കുടുംബത്തിൽ സംഭവിക്കട്ടെ. വിശ്വസിച്ച വ്യക്തികൾ നെറ്റിയിൽ കുരിശടയാളം വരച്ച് സ്വയം അനുഗ്രഹിക്കുക. അതിനുശേഷം മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. കരങ്ങൾ കൂപ്പി നമുക്ക് ഒരുമിച്ച് ആരാധനയുടെ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. ആരാധന